അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഒറ്റപ്പാലം കാഞ്ഞിരക്കടവ് തോട്ടിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ. പാലത്തിൽ നിന്നും കവറുകളിലാക്കി തള്ളിയ മാലിന്യങ്ങൾ ഒഴുകി നേരത്തെ മരത്തിന്റെ ചില്ലകൾ വീണ് കിടന്നിരുന്ന ഭാഗത്ത് തടഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലാണ്. പാലത്തിന്റെ കൈവരിയിലടക്കം മാലിന്യം കിടക്കുന്നുണ്ട്. ഇതിൽ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ, മുട്ടത്തോട്, മറ്റ് ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയാണുള്ളത്. ഇതുകൂടാതെ പാലത്തിന്റെ കൈവരിക്കും വെള്ളത്തിനുമിടയിലായി വളരെയേറെ മാലിന്യങ്ങൾ കവറിലാക്കി കൊണ്ടുവന്ന് തള്ളിയ നിലയിലുമുണ്ട്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഇത്തരം മാലിന്യങ്ങൾ തോട്ടിൽ തള്ളുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. പ്രദേശത്തെ കൃഷി ആവശ്യങ്ങൾക്കും കുളിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ഈ തോട്ടിലെ വെള്ളം ഒഴുകിയെത്തുന്നത് ഭാരതപ്പുഴയിലേക്കാണ്. ഭാരതപ്പുഴയാണ് ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കുടിവെള്ള സ്രോതസ്. ഒരു മാസം മുൻപ് വരെ മരം കടപുഴകി വീണ് ഇതിൽ തടഞ്ഞാണ് വൻതോതിൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യം കിടന്നിരുന്നത്. ഇത് വെട്ടിനീക്കിയതിന് പിന്നാലെയാണ് പാലത്തിന് മുകളിൽ നിന്ന് മാലിന്യങ്ങൾ തോട്ടിലേക്ക് തള്ളിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമായ കാഞ്ഞിരക്കടവ് തോടിന് സമീപം പൊതുവെ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമായി മാറിയിട്ടുണ്ടെന്ന് പരാതി ഉയരുന്നുണ്ട്. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ലെന്ന ഉറപ്പാണ് ഇത്തരക്കാർക്ക് എളുപ്പമാകുന്നത്. നഗരസഭയും അമ്പലപ്പാറ പഞ്ചായത്തും ഇവിടെ ക്യാമറ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിലും ഒന്നുമായിട്ടില്ലെന്നും ആരോപണമുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.